ഇന്നത്തെ നമ്മുടെ ഐറ്റം നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയോ ഒറോട്ടി, ചപ്പാത്തി, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചിച്ചോറും കക്കറോട്ടിക്കൊക്കെ അതിൽ ഉപയോഗിക്കുന്ന കറിയും കൂടി ഇതാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്മൈലിംഗ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നല്ലൊരു മണവും വരും, ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുകയും ചെയ്യും കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. ഒരുപാട് ഇട്ടങ്ങ് വറുത്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു മണം വരും കേട്ടോ. ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആയിക്കൊണ്ട് നിൽക്കണേ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ടില്ല, കളറൊക്കെ ഒന്ന് നല്ല ഭംഗിയുള്ള കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒന്നിക്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം നല്ല ചൂടായി കിടക്കല്ലേ. പൊടി ഓവർ കരിയാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി ചെറിയ രീതിക്കൊന്ന് കളർ മാറി തുടങ്ങുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടുമേ. അങ്ങനെ ഇതാ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറും മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഏകദേശം ഒരു 5-6 ചെറിയ സൈസായിട്ട് എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണ് എടുത്തത്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 2 ബൾബ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായത്. എല്ലാം കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം വാടി വന്നതിന് ശേഷം ഇതിലേക്കൊരു 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അങ്ങനെ തക്കാളി ഇതാ ചെറിയ രീതിക്കൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാൻ 100 വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊരു ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ചിക്കൻ ആ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് ആയിട്ട് വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചിക്കൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടിയില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം ചിക്കൻ അല്ല, അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഞാൻ ഒട്ടും ഒഴിക്കുന്നില്ല. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കനിലുള്ള അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം വേണ്ടത് നോക്കിയിട്ട് ഒഴിക്കാം. അങ്ങനെ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ നോക്കി ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്തൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടത് എക്സ്ട്രാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഒരു ടിപ്പായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ചിലവർ ചിക്കൻ കറി വെക്കുമ്പം പറയും ചിക്കനിൽ മസാല പിടിക്കാതെ പോലെ വെള്ള കളറായിട്ട് കാണുന്നതെന്ന് ചിലവർ പറയുന്ന കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിക്കനിൽ മസാലയൊക്കെ കോട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി കിട്ടുന്നവരെ അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് മൊത്തത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്രേവിക്കുള്ള എക്സ്ട്രാ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നല്ല അതേ രീതിയിൽ ഞാൻ ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കനിൽ അങ്ങനെ മസാല പിടിക്കാതെ പ്രശ്നമോ ചിക്കൻ്റെ കളറ് മാറുന്ന പ്രശ്നമോ ഒന്നും വരില്ല കേട്ടോ. നല്ലപോലെ അടിപൊളിയായിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കി. ഇതൊരു ടിപ്പായിട്ട് തന്നെ നിങ്ങൾ എടുത്തോ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും എക്സ്ട്രാ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മൊത്തത്തിൽ കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം.
അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ മൊത്തത്തിൽ കുക്കായിട്ടുണ്ട്, മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിക്കനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അങ്ങനെ വൈറ്റ് കളറിലൊന്നും അല്ല കേട്ടോ നിൽക്കുന്നത്. നല്ലപോലെ മസാലയൊക്കെ റെഡി ആയിട്ട് തന്നെ ചിക്കനിലൊക്കെ പിടിച്ചിട്ടും ഉണ്ട്. ഇത്രയും മതി. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സെർവ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് ഒന്നുകൂടി തിക്കായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളുവേ. ഇനിയിപ്പം ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരിക്കാരുടെ ഫുഡിൻ്റെ മെയിൻ താരം, മെയിൻ ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാലയാണല്ലേ. അപ്പോൾ ആ ഒരു ഗരം മസാല ഒരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും ചേർക്കട്ടെ, ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുക. ഓവറോൾ ടേസ്റ്റ് കൂടാൻ ഇത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടതാണല്ലോ, അപ്പോൾ ലിങ്ക് ഞാൻ പിൻ കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അതും കൂടി ചേർത്തിട്ടുണ്ട്. ലാസ്റ്റിന് കുറച്ചധികം തന്നെ കറിവേപ്പിലയും മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഒരുപാട് കുക്കാവാനോ ഒന്നുമില്ല. ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് പിന്നെ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഒന്ന് തിക്കായി നല്ലപോലെ ചിക്കനിലൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്